ഹലോ, ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയത്. ഇവിടെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. നിങ്ങൾ കണ്ടു നോക്കുക. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഈ ചെയ്തവന്മാരുടെ ആ ഒരു മെൻറ്റാലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവന്മാരുടെയൊക്കെ വീട്ടിലുള്ളവരുടെ അവസ്ഥ. ഒരു ഒരു ഫുട്ബോൾ ടീമാണ് എന്നതുകൊണ്ട് തന്നെ അതിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട് മെസ്സിയുടെ ഫോട്ടോ ഒട്ടിച്ച് ഒരു കുരിശ് പോലെ 2 കമ്പ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ശവകുടീരം തീർക്കും പോലെ മണ്ണിട്ട് മൂടി അതിൻ്റെ മുകളിൽ അർജൻറ്റീനയുടെ ഫ്ലാഗ് വിരിച്ച് അതിൻ്റെ തൊട്ട് തലപ്പത്തായിട്ട് ഒരു കുരിശ് പോലെ ഒരു കമ്പ് ഇങ്ങനെ വെച്ചിങ്ങനെ കെട്ടി ആ കമ്പയിൽ മെസ്സിയുടെ ഫോട്ടോ പിൻ ചെയ്ത് വെച്ചിട്ട് തീർന്നില്ല. അതൊന്നും പോരാ അവന്മാർക്ക്. അതിൻ്റെ താഴെ നമ്മുടെ ഈ ഹിന്ദു മതങ്ങളിൽ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന ആചാരം പോലെ തേങ്ങാമുറി കൊണ്ടുവന്ന് വെച്ചേക്കുന്നു. എന്തോ ഇതിനൊക്കെ പറയേണ്ടത്? എത്രത്തോളം വിവരമുണ്ട് ഇവന്മാർക്കെന്ന് ചിന്തിച്ചു പോവാ ഞാൻ. വിവരവും ബോധവും ഒരു മണ്ണാങ്കട്ട ഇല്ലാത്തവന്മാർ. ഇവന്മാരുടെയൊക്കെ വീട്ടിലുള്ള ഒരാളിനെ ഞാൻ ചോദിക്കട്ടെ, ഇവന്മാർ സപ്പോർട്ട് ചെയ്യുന്ന ടീം, അതിപ്പോൾ പോർച്ചുഗൽ ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, ജപ്പാൻ ആയിക്കോട്ടെ, ഏത് ടീം ആയിക്കോട്ടെ, അവർ സപ്പോർട്ട് ചെയ്യുന്ന ടീമിൻ്റെ ഒരാളിനെ, ഇവർ സ്നേഹിക്കുന്ന ഒരാളിനെയാണ് നമ്മളിങ്ങനെ ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ അർജൻറ്റീന അല്ലെങ്കിൽ വേറൊരു ടീമിലെ ഫാൻസുകാർ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇവന്മാർക്ക് എന്തോരം കൊള്ളും. അതിൻ്റെ ക്യാപ്ഷൻ കണ്ടോ? കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന്. ആര് കൊടുത്തെന്നാ? ഇവന്മാരുടെയൊക്കെ ടീമിന് വേൾഡ് കപ്പ് ഉണ്ടോ? അടിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം ഞങ്ങൾ അടിച്ചുള്ള വേൾഡ് കപ്പ് മെസ്സി നേടിയിട്ടുള്ള എന്തെങ്കിലും ഇവന്മാരുടെ ടീമിൽ ഒരെണ്ണം നേടിയിട്ടുണ്ടോ? മെസ്സി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും കാലത്തിനകത്ത് ഫുട്ബോൾ കളിച്ച് പല പദവികളും നേടിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണമെങ്കിലും ഇവന്മാരുടെ ടീമിൽ ഏതെങ്കിലും ഒരെണ്ണം നേടിയിട്ട് പോലെ ഒരു വ്യക്തി ഇവന്മാരുടെ ടീമിലുണ്ടോ? പോട്ടെ, മെസ്സിയുടെ ടീം, അതായത് നമ്മുടെ അർജൻറ്റീന ടീമിനെ പോലെ ഉള്ള ഒരു ടീം, അതേപോലെയുള്ള വേറൊരു ഫുട്ബോൾ ടീമിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിക്കുക. ഇത്രയും ഒത്തൊരുമയും പരസ്പര സ്നേഹവും ബഹുമാനവും എല്ലാം ഉള്ള ഒരു ടീമിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഫൈനലിൽ തോറ്റു, ചുമ്മാതൊന്നും തോറ്റതല്ല. ഫൈനലിൽ സെക്കൻഡ് റാങ്ക്. കഴിഞ്ഞ വർഷം നേടിയത് നിങ്ങൾ മറക്കരുത്. വേൾഡ് കപ്പിൽ ഉമ്മ വെച്ചിട്ട് പോയ മനുഷ്യനാണ്. വേൾഡ് കപ്പ് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ മനുഷ്യനാണ് മെസ്സി എന്ന് പറയുന്നത്. അതുപോലെ ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങളുടെ ടീമിലെ ഒരാളെ അങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ? പോട്ടെ, അതൊക്കെ പോട്ടെ. എല്ലാ ട്രോളുകളും നമുക്ക് സഹിക്കാം. ട്രോളാണ്, സോഷ്യൽ മീഡിയ ആണ്, എല്ലാം ഉണ്ട്. ഓക്കെ, നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് മാത്രം എൻജോയ് ചെയ്യാൻ അത്രയ്ക്ക് പറ്റുന്നില്ല. ഇത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ആർക്കും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. മനസാക്ഷി എന്ന് പറയുന്നൊരു സാധനം ഉള്ള ആർക്കും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കും ഇഷ്ടം ബാക്കി ടീം അംഗങ്ങളെയും, അതായത് വേറെ ഫുട്ബോൾ ടീമുകളുണ്ടല്ലോ, എല്ലാവരെയും എനിക്കറിയാം. എല്ലാവരുടെ പേരൊന്നും എനിക്കറിയത്തില്ല. റൊണാൾഡോ, പിന്നെ നമ്മുടെ നെയ്മർ, അങ്ങനെ കുറേ എംബാപ്പെ, അങ്ങനെ കുറേ പേരുണ്ട്. എല്ലാവരും നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ടീമുണ്ട്. നമ്മളൊരു ടീമിനെ, നമ്മുടെ സ്വന്തം ടീമിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ നെയ്മർ കരഞ്ഞു, തോറ്റു പോയപ്പോൾ നെയ്മർ കരഞ്ഞു, റൊണാൾഡോ കരഞ്ഞു, എല്ലാവരും കരഞ്ഞു. അപ്പോഴും നമ്മൾ ഉള്ളിൽ വിഷമിക്കുന്നുണ്ട്. അവർ കരയുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ട്. പക്ഷെ ഇവന്മാർ ഈ കാണിക്കുന്നുണ്ടല്ലോ, റോഡിൽ കിടക്കുന്ന പട്ടികൾക്ക് വരെ നന്ദി നയമുണ്ട്. കരുണ എന്ന് പറയുന്ന ഒരു സാധനം അതുങ്ങൾക്കുണ്ട്. ഇത് കുറേ പേ പിടിച്ച് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ മാതിരി വേലത്തരൊക്കെ കാണിക്കുന്നത്. അത് പോട്ടെ, പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. ഒരു രാജ്യത്തിൻ്റെ പതാകയെ അപമാനിക്കാനുള്ള എന്ത് റൈറ്റ്സ് ആണ് ഒരു മനുഷ്യനുള്ളത്, അല്ലെങ്കിൽ ഇവന്മാർക്കുള്ളത്? ആ വീഡിയോയിൽ കാണിക്കുന്നത് കണ്ടോ? അർജൻറ്റീനയുടെ പതാകയെ വിരിച്ച് ആ ശവകുടീരം പോലെ മണ്ണ് ഇങ്ങനെ മൂടി വെച്ചിട്ട് അതിൻ്റെ മേളിൽ വിരിച്ചിട്ട് അതിൻ്റെ മേളിൽ മണ്ണ് വാരിയിടുന്നു. അതിനുള്ള എന്ത് റൈറ്റ്സ് ആണ് ഇവന്മാർക്കുള്ളത്? ഇവന്മാരെന്തോ അർത്ഥത്തിൽ ആരെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കോനാമ്പീച്ച് കാണിക്കുന്നത്? അതേസമയം നമ്മുടെ ഇന്ത്യയുടെ പതാകയാണ് ഇങ്ങനെ ഒരാൾ കാണിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ, അതിപ്പോൾ ഇന്ത്യ ആയിക്കോട്ടെ, ബ്രസീൽ ആയിക്കോട്ടെ, പോർച്ചുഗൽ ആയിക്കോട്ടെ, ഏത് രാജ്യം ആയിക്കോട്ടെ, ഇംഗ്ലണ്ടോ ജപ്പാനോ ഏത് രാജ്യമോ ആയിക്കോട്ടെ, അവരുടെയൊക്കെ ഫ്ലാഗ് നമ്മൾ സ്വന്തമായിട്ട് എടുത്തിട്ട് ഇങ്ങനെ അപമാനിക്കാനും വൃത്തികേടാക്കാനുമുള്ള എന്ത് റൈറ്റ്സ് ആണ് ഇവന്മാർക്കുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്
ഇത് കണ്ടപ്പോഴേ ഇവന്മാരോട് വെറും പുച്ഛമാണ് തോന്നിയത്. തലയ്ക്കകത്ത് വിവരമുള്ളവന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും മനസ്സിലാവും. ഇവന്മാർക്ക് അതില്ല, ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ മാതിരി വേലത്തരങ്ങൾ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ സ്പെയിൻ്റെ ജേഴ്സി ഇട്ടുകൊണ്ട് ഇറങ്ങുന്നവന്മാരാണ് ഇവന്മാരൊക്കെ. അമ്മാതിരി വേലകളല്ലേ കാണിക്കുന്നത്. അതുകൂടെ മനസ്സിലായി. ഈ തരത്തിലുള്ള വേലത്തരം കാണിക്കുന്നത് കൊണ്ടേ അതും ചെയ്യും, അതിനപ്പുറം അവന്മാർ ചെയ്യും. ഏത് ടീം ജയിച്ചാലും ആ ടീമിൻ്റെ ജേഴ്സി എടുത്തങ്ങ് അണിഞ്ഞോളുക. സത്യമല്ലേ? സ്വന്തം ടീം തോറ്റാലും സാരമില്ല, ജയിക്കുന്ന ടീമുകളെ സപ്പോർട്ട് ചെയ്യുക അർജൻറ്റീന തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. സ്വന്തം ടീം തോറ്റാലും വേണ്ടിയല്ല, അർജൻറ്റീന ജയിക്കരുത്. വിവരമില്ലാത്തവരോടൊക്കെ എന്ത് പറഞ്ഞിട്ട് കാര്യം എന്തുവാ?